ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇനി എൻ്റെ കുറേ വീഡിയോസൊക്കെ ഇനി അങ്ങോട്ട് വരുന്ന കുറേ വീഡിയോസൊക്കെ മിക്കവാറും എല്ലാ വീഡിയോസും ഞങ്ങളുടെ ഇവിടുത്തെ അവസാനത്തെ കാഴ്ചകൾ, അവസാനത്തെ ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതുപോലെ ഏകദേശം ഒരു അവസാനത്തെ എയർ ബി എൻ ബി സ്റ്റേ വിത്ത് ഫ്രണ്ട്സ് ആണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. എയർ ബി എൻ ബി സ്റ്റേ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ 2 നൈറ്റ് ആൻഡ് 1 ഡേ സാറ്റർഡേ ഞാനിനി കാണിക്കാൻ പോകുന്ന ഒരു വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. സോ ഇനിയിപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടുള്ള ഞങ്ങളുടെ അവസാനത്തെ എയർ ബി എൻ ബി സ്റ്റേ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ എന്ന് വേണേൽ പറയാം. ഇവിടെ എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ലൈക്ക് മനു എൻ്റെ കൂടെ PhDക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഒരുമിച്ച് PhD ബാച്ച്മേറ്റ്സ് ആയിരുന്നു. സോ ഫോർ ദ ലാസ്റ്റ് 12 ഇയേഴ്സ്, മോർ ദാൻ 12 ഇയേഴ്സ് ആയിട്ട് എനിക്ക് മനുവിനെ അറിയാം. അപ്പം മനു ഇവിടെ വന്നിട്ട് US പോസ്റ്റ് ഡോക്ക് ചെയ്യുമായിരുന്നു, ഞാനും പോസ്റ്റ് ഡോക്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെ മനു ത്രൂ നമ്മൾ പരിചയപ്പെട്ടതാണ് ചേട്ടനെയും ചേച്ചീനെയും അവരുടെ ഫാമിലി. പിന്നെ അപ്പം നമ്മൾ 3 പേരുമാണ് കുറേ നാളായിട്ട് ട്രിപ്പ് പോകുന്നതും. പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ പോകും, അവർ നമ്മുടെ വീട്ടിൽ പോകും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും എയർ ബി എൻ ബിയിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇവിടുന്ന് പോവുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാനും എവിടെയെങ്കിലുമൊക്കെ പോയി ഒരുമിച്ച് വീക്കെൻഡ് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ നോക്കാറുണ്ടായിരുന്നു. സോ അപ്പം ഈ ഒരു വീക്കെൻഡ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു എയർ ബി എൻ ബിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ഒരു എയർ ബി എൻ ബി സ്റ്റേയും കൂടെ ഉണ്ട്, പക്ഷേ ഇവരുമായിട്ടല്ല, വേറെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സുമായിട്ട്. അതോടുകൂടി ഏകദേശം നമ്മുടെ എയർ ബി എൻ ബി സ്റ്റേയും ഒക്കെ ഏകദേശം അവസാനിച്ചു. സോ അപ്പം ഇനിയിപ്പോൾ അധികം പറയണ്ടല്ലോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം സ്റ്റേ ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടി സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ റബ്ബർ തോട്ടമൊക്കെ പോലെയുള്ള സ്ഥലമാണ്. പക്ഷെ ഇതെന്താ മരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് റബ്ബർ മരം, ബട്ട് ഇറ്റ്സ് നോട്ട് എ റബ്ബർ മരം. മേപ്പിൾ ട്രീസ് ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ കുറേ മരങ്ങൾ ഉള്ളൊരു സ്ഥലം. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുഖം മാറ്റിയിട്ട് വീടും പരിസരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്ന വീടാണ് നമ്മൾ താമസിച്ച വീട്. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങി നടന്ന് പോയി കഴിയുമ്പം അവിടെ കണ്ടോ, ആ ഒരു ഏരിയ കണ്ടോ, അവിടെ ഇങ്ങനെ പ്ലേ ഗ്രൗണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, സ്വിമ്മിംഗ് പൂള്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് കൗതുകമുള്ളത് ഇവിടുത്തെ വീടായിരിക്കുമല്ലോ. വീട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീടെന്ന് പറയാൻ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3-4 മാസത്തിനുള്ളിൽ താമസിക്കുന്ന ഇത് 3ാമത്തെ വീടാണ്. പക്ഷെ കഴിഞ്ഞ നമ്മൾ താമസിച്ച 2 വീടുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെ ഭയങ്കര വലിയ വീടൊന്നും അല്ല. പക്ഷെ എങ്കിലും ഈ വീടിൻ്റെതായിട്ടുള്ള ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ കഴിഞ്ഞ വീടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ അത്ര ഭയങ്കര വീടൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഒരു ക്യൂട്ട് ലിറ്റിൽ ഹൗസ് അല്ല കേട്ടോ. അങ്ങനെ ഞാൻ ലിറ്റിലാക്കുന്നില്ല, എങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു നമുക്ക് കരടിയെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അവർ ആ വീടിൻ്റെ ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയും രാത്രിയിലും ഒക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം വേസ്റ്റ് നമ്മൾ ഇടുന്ന സ്ഥലത്തൊക്കെ, വേസ്റ്റ് ബിന്നിൻ്റെ അവിടെയൊക്കെ ചിലപ്പം കരടി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കരടിയെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷെ കരടിയൊന്നും കാണാൻ പറ്റിയില്ല. ബിക്കോസ് ഈ സ്ഥലം എന്ന് പറയുന്നത് പൊക്കോണോസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പെൻസിൽവേനിയയിലെ പൊക്കോണോസ് ആണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ കരടിയൊക്കെ ഉള്ള കുറച്ചൊരു വൈൽഡായിട്ടുള്ളൊരു സ്ഥലമാണ്. കരടികളൊന്നും വന്നില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞങ്ങൾ പുറത്തൊന്നും ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവിടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ആ ബാർബിക്യൂ അല്ല, ഫയർ പിറ്റ് പോലൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും നേരെ താഴെ തന്നെ ബേസ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം ബേസ്മെൻറ്റിലോട്ട് ഇതാണ് ബേസ്മെൻറ്റ്. നമുക്ക് മോളിൽ പോയിട്ട് വീടിൻ്റെ അകത്തുനിന്ന് നേരെ ബേസ്മെൻറ്റിലോട്ട് വരാം. ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ഫ്ലോർ ആണ്. നേരെ മുകളിലത്തെ നിലയാണ്, പിന്നെ ബേസ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ദിസ് ഈസ് മനു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ PhDയുടെ എൻ്റെ ഫ്രണ്ട്. ഓക്കെ. അപ്പം മനു, നമ്മളിത് അഞ്ജലിക്കുട്ടി.
അഞ്ജലിയാണ് എയർബിഎൻബി വഴി ഈ വീട് കണ്ടുപിടിച്ചത്. സോ അഞ്ജലിക്ക് ഒരു ബിഗ് കുഡോസ്. കുഡോസ് what did you say? Kudos, yeah. So this is a and Kuchu is here. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വീടിനകത്തോട്ട് കയറാം. വീടിനകത്തോട്ട് കയറുമ്പോ ഇതാണ്. Can you put the light, Anjali? Anjali, is there light? Yeah. സോ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സാറിന് ഇവിടുത്തെ വീട്ടിലോട്ട് കയറുമ്പോഴേ ഇങ്ങനെ നേരെ സ്റ്റെപ്പൊക്കെ ആയിരിക്കും, മുകളിലോട്ടുള്ള സ്റ്റെപ്പ് അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ഒരു ഗ്ലാസ് റൂം എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ ഗ്ലാസ് അല്ല, ഇങ്ങനെ കുറേ ജനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം കാണുന്ന വ്യൂ ഇത് അടുത്തുള്ള വീടാണ്. പക്ഷെ എങ്കിലും ഇവിടോട്ടൊക്കെ ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സോഫ കം ബെഡാണ് കേട്ടോ. അപ്പൊ ഇത് വലിച്ചിട്ടാൽ നമുക്ക് ബെഡാക്കാൻ പറ്റും. അപ്പൊ ബിബിൻ ഇവിടെ ഒരു ദിവസം ഉറങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തിയായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് റൂം അല്ലെങ്കിൽ ലിവിങ് ഏരിയ ഓഫ് ദിസ് ഹൗസ് ആൻഡ് ഐ ലൈക്ക് ദിസ് പ്ലേസ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ കിച്ചണൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. കുറച്ച് മെസ്സാണ്. നമ്മളിതെല്ലാം ഫൈനലി വൈൻഡ് അപ്പ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ചേട്ടൻ. അത് ബിബിൻ അവിടെ ഒളിച്ചു നിൽക്കുക. ഇത് ഞങ്ങളുടെ ചേച്ചി തിരക്കിലാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ആദ്യത്തെ ദിവസം കഴിച്ചല്ലേ, ആദ്യത്തെ ദിവസം ഫുഡ് മേടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇനി ഇങ്ങനെ വരുമ്പോഴത്തേനും ഇത് വേറൊരു ലിവിങ് ഏരിയ, TV ഒക്കെ ഉള്ള സ്ഥലം. നമ്മൾ ഇവിടെ ഇന്നലെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടു. ഇവിടെ നമുക്ക് കുറച്ച് വോൾ ഡെക്കറേഷൻ, ഇവിടെ ഒരു വോൾ ആർട്ട് ഉണ്ട്. അഞ്ജലി, how was the stay? It was wonderful. Nice cabin stay. So you feel proud that you selected this place? Yeah? Yep. Yeah. Okay. ഈ ഒരു റൂം നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവരിങ്ങനെ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഇനി അങ്ങോട്ട് ഉള്ള ഫുൾ ബെഡ്റൂംസ് ആണ്. അവിടെ ലൈറ്റ് ഉണ്ടോ അനു? ദിസ് ഇസ് അനു കേട്ടോ. ഇതാണ് നമ്മുടെ അനു. ഓക്കെ, അപ്പൊ നമുക്കിനി ബെഡ്റൂമിലോട്ട് പോവാം. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ ചേട്ടൻ ചേച്ചി ഫാമിലി, അഞ്ജലി ആനന്ദ് ഒക്കെ താമസിച്ച റൂം ഇതാണ്. ഇവിടെ ഇങ്ങനെ 2 ബങ്ക് ബെഡുണ്ട്. ലൈക്ക് പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ വോളാട്ട് കാണിക്കാം അഞ്ജലി. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും കണ്ടോ, ഇവിടെ ഒരു നല്ല വിൻഡോ ഉണ്ട്. പിന്നെ ഹിയർ ഇതെന്താ ക്ലോസ്ഡ് ആണോ? ഓണേഴ്സ് ക്ലോസറ്റ് ആണ്. ഓക്കെ, ഇതൊരു ക്ലോസറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ലാമ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ചെറിയ റൂം. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഈ ഒരു റൂമിലാണ് നമ്മുടെ ഫാമിലി സ്റ്റേ ചെയ്ത റൂം. ലൈറ്റ് ഇടട്ടെ ഒരു സെക്കൻഡ്. സ്വിച്ച് ഫോർ ദിസ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. ഞാനും കൊച്ചും ബേബിനും താമസ റൂം ഇതാണ്. ആൻഡ് ദിസ് ഇസ് അനദർ ക്യൂട്ട് ലിറ്റിൽ റൂം. ഇവിടുത്തെ ഈ ഒരു വോളാട്ട് കണ്ടോ, ഇന്നത്തെ ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചേക്കുക അല്ലേ, കൈൻഡ് ഓഫ് ക്ലോത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ലൈക്ക് യാ ആൻഡ് ഫ്രം ഹിയർ ഈ വിൻഡോയിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആക്ച്വലി അങ്ങോട്ട് കാണിക്കും അഞ്ജലി, അവിടെ നമ്മുടെ പൂൾ ഏരിയ കാണാം. പിന്നെ ഇവിടെ നമ്മുടെ കുറേ ട്രീസ് ഒക്കെ ഉള്ള സ്ഥലം. ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഈ ക്ലോസറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. Now can you take a 0.5x like large scale view of this room? 0.5x. Okay, so this is the room that we stayed. Yeah, and we love this room. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ അടുത്ത ഫാമിലി അനു താമസിച്ച സ്റ്റേ ചെയ്ത റൂം. ഇവിടെ ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇവിടെ നമ്മുടെ ബേബി ഇവിടെ ഉറങ്ങുന്നുണ്ട്, അത് കാരണം ഞാൻ ഒത്തിരി കാണിക്കുന്നില്ല. സാധാരണ ഉള്ളൊരു റൂം പോലെ തന്നെയുള്ളൊരു റൂം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഷ്റൂമിലോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അപ്പൊ ഇവിടുത്തെ ഈ പെയിന്റിംഗ് കൂടെ കാണിച്ചു അഞ്ജലി. സി ദിസ് വാഷ്റൂമിൽ പെയിന്റിങ്. ആ ലൈറ്റ് നല്ല രസമില്ലേ, ലൈറ്റ്. ഇനി നമുക്ക് നേരെ താഴെ. ഇന്നത്തെ എൻ്റെ
ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ ഈ വീട് തന്നെ സെലക്ട് ചെയ്ത ആളാണ്, നമ്മുടെ അഞ്ജലിക്കുട്ടിയാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ. അപ്പൊ ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ വന്നിരിക്കുന്ന ബേസ്മെന്റിലോട്ടാണ്. ബേസ്മെന്റ് ഇതൊരു വെൽ സെറ്റിൽഡ് ബേസ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ കുച്ചു ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് TV ഒക്കെ കാണുന്നുണ്ട്. ഇത് TV ഉണ്ട്, പിന്നെ ഒരു നല്ല ഗെയിമിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടോട്ടൊന്നും നമ്മൾ വന്നു പോലും ഇല്ല, അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഇത് എന്ത് ഗെയിം അഞ്ജലി? എയർ ഹോക്കി ഗെയിം ആണെന്നാണ് അഞ്ജലി പറയുന്നത്. സോ ഇറ്റ്സ് എ നൈസ് മെയിൻറ്റെയിൻഡ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ്. ഈ ബേസ്മെന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇവിടുത്തെ വാഷ്റൂം. ലൈറ്റ് ഏതാ? ഇവിടുത്തെ വാഷ്റൂമിന്റെ ഫ്ലോർ കാണിച്ചു അഞ്ജലി. ഈ ടൈൽസ് ആണ് ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം, അട്രാക്ട് ചെയ്ത സംഭവം. അപ്പൊ അഞ്ജലിക്കുട്ടിക്ക് ഈ ടൈൽസ് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാനും അഞ്ജലിക്കുട്ടിയും ഈ ടൈൽസ് നമ്മള് ഭയങ്കരമായിട്ട് നമ്മളെ എങ്ങനെ അഞ്ജലി? നൈസ് ടൈൽസ്. അപ്പൊ എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നാണ് അഞ്ജലിക്കുട്ടി പറയുന്നത്. ഇവിടെ നിന്നുള്ള വാഷ്റൂമിന്റെ വ്യൂ കണ്ടോ? പിന്നെ ഇവിടെ ഒരു ക്യൂബിക്കിൾ കാണിക്കാം അഞ്ജലി. ലൈക്ക് ക്യൂബിക്കിൾ ഉണ്ട്. Can you take a 0.5x view of this washroom? 0.5x and see this tiles, right? Yeah, see this. അപ്പം അതാണ് കുച്ചുവിന്റെ അഞ്ജലിയുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവരെന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്തോണ്ടിരിക്കും. ഐ എം മലയാളി, മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പൊ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാഷ്റൂം. സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. വാവ്. ഓക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഇനി കാണിക്കാനുള്ളത്, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ വാഷർ ആൻഡ് ഡ്രയർ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ വാഷർ ഹിയർ ആൻഡ് ദിസ് ഇസ് എ ഡ്രയർ ഹിയർ ആൻഡ് ദിസ് ഇസ് ദ വാഷർ ആൻഡ് ഡ്രയർ ഏരിയ. പിന്നെ ഇവിടെയും വിൻഡോസ് ഒക്കെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ടേബിൾ ടെന്നീസിന്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങൾ കാണിച്ചില്ലേ, താഴെ കൂടെ നമ്മൾ കയറാന്ന്. അപ്പൊ താഴത്തുള്ള ഈ എൻട്രൻസ് ലൈക്ക് ഇറ്റ് വാസ് ടു ദ ബേസ്മെന്റ്. നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എവിടുന്ന് കയറിയോ അവിടെ നമ്മൾ ഇവിടെ വരും അഞ്ജലി, സൈഡ്. ആൻഡ് ദിസ് വാസ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്ത നമ്മുടെ മനോഹരമായ ഈ വീട്. വിത്ത് ലോട്ട് ഓഫ് മെമ്മറീസ്. നമ്മളിപ്പം വിത്തിൻ 1 hour നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ദിസ് പ്ലേസ് ഓൾസോ ഹാസ് എൻ്റെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ട്. ഞാനിങ്ങനെ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന കാരണം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അഞ്ജലി? ഇൻ ഫ്യൂച്ചർ ഷീ വിൽ ഓൾസോ ബി വാച്ചിങ് ആൻഡ് അഞ്ജലി വിൽ ബി പ്രൗഡ് ദാറ്റ് അഞ്ജലിയാണ് ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തതെന്നുള്ളത്. അപ്പൊ ബൈ ബൈ ഗായ്സ്. ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് കയറി, അഞ്ജലി ചെരുപ്പിട്ടിട്ടില്ല, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സാറിന് എന്റെ വീഡിയോസിനൊന്നും എനിക്ക് ഒരിക്കലും ഒരു വീഡിയോഗ്രാഫർ ഒന്നും കിട്ടാറില്ല. അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ സഹായിച്ച അഞ്ജലിക്ക് thank you so much. With that, we both are winding up this video with my dear videographer Anjali Kutti here. Bye bye.